ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ തങ്ങളുടെ സ്ക്വാഡിൽ വലിയ അഴിച്ചുപണികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് ഇത്. 6 വിദേശ താരങ്ങളെയും കേരള ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയിരുന്നു. കൂടാതെ ഐമൻ അസ്ഹർ എന്നിവരെയും ക്ലബ്ബ് പറഞ്ഞു വിട്ടിരുന്നു. പകരമായി കൊണ്ട് റൗളിൻ ബോർജസിനെ ഇപ്പോൾ കൊണ്ടുവന്നിട്ടുണ്ട്. കൂടാതെ ജർമ്മൻ താരമായ മർലോൺ റൂസിനെയും ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്. അങ്ങനെ നിരവധി ഒഫീഷ്യൽ പ്രഖ്യാപനങ്ങളാണ് ഇന്നലെയും ഇന്നുമായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുള്ളത്. ഇന്ന് മറ്റൊരു ഒഫീഷ്യൽ പ്രഖ്യാപനം കൂടി ബ്ലാസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ട്. പുതിയ സീസണിന് വേണ്ടി റിസർവ് ടീമിൽ നിന്ന് 3 താരങ്ങളെ ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സ് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. പ്രതീക്ഷിച്ച പോലെ അജ്സലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, സൂപ്പർ ലീഗ് കേരളയിലെ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം നേടിയ താരമാണ് അജ്സൽ. കാലിക്കറ്റ് എഫ് വേണ്ടി മികച്ച പ്രകടനം അദ്ദേഹം നടത്തിയിരുന്നു. മാത്രമല്ല, ഇപ്പോൾ സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന് വേണ്ടി മികച്ച പ്രകടനം നടത്താൻ ഈ സ്ട്രൈക്കർക്ക് സാധിക്കുന്നുണ്ട്. അജ്സലിനെ കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ സീനിയർ ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. സന്തോഷ് ട്രോഫി അവസാനിച്ചതിന് ശേഷം അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിന്റെ സീനിയർ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും എന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. കൂടാതെ എബിൻ ദാസിനെ കൂടി റിസർവ് ടീമിൽ നിന്നും സീനിയർ ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ ആണ് ഇദ്ദേഹം. നമുക്കറിയാം, കഴിഞ്ഞ സൂപ്പർ ലീഗ് കേരളയിൽ മികച്ച പ്രകടനം നടത്തി ചാമ്പ്യനായ താരമാണ് എബിൻ ദാസ്. അദ്ദേഹം നിലവിൽ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ റിസർവ് ടീമിനോടൊപ്പം RFDL കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഗ്രൂപ്പ് സ്റ്റേജിന് ശേഷം അദ്ദേഹം സീനിയർ ടീമിനോടൊപ്പം ജോയിൻ ചെയ്യും. കൂടാതെ ഡിഫൻഡറായ ജഗന്നാഥിനെ കൂടി സീനിയർ ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്തിട്ടുണ്ട്. റിസർവ് ടീമിനോടൊപ്പം RFDL അദ്ദേഹം കളിക്കുകയാണ്. ഗ്രൂപ്പ് സ്റ്റേജിന് ശേഷമാണ് അദ്ദേഹം സീനിയർ ടീമിലേക്ക് വരിക. ഇങ്ങനെ 3 താരങ്ങളെയാണ് റിസർവ് ടീമിൽ നിന്നും കേരള ബ്ലാസ്റ്റേഴ്സ് സീനിയർ ടീമിലേക്ക് ഇപ്പോൾ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത്. ഏതായാലും എബിൻ ദാസിനും അജ്സലിനും ഒക്കെ തങ്ങളുടെ ടാലന്റ് തെളിയിക്കാനുള്ള ഒരു മികച്ച അവസരമാണ് വന്നു ചേർന്നിരിക്കുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.